ഹായ് ഓൾ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കൊഞ്ച് മസാലയുടെ ഒരു റെസിപ്പിയാണ്. ഇത് കായൽ കൊഞ്ചാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാനൊരു കൊഞ്ച് മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുവാണ്. ഇതിപ്പോൾ എനിക്ക് ഈർക്കിലിയിലൊക്കെ ഇങ്ങനെ കുത്തി നേരെയാക്കി തരുവാ. എൻ്റെ പപ്പായുടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. അപ്പോൾ പൊന്നേച്ചിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ പൊന്നേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി തന്നു കൊഞ്ചെല്ലാം കണ്ടോ? നല്ല ഇതാക്കി തന്നു. ഇനി നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് എല്ലാമാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച കാന്താരി മുളക് ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുളക് ഇട്ട് കഴിയുമ്പോൾ. അപ്പം നമുക്കൊരു നിരപ്പായ ഒരു പാൻ തന്നെ എടുക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചെറിയ ഉള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റണം. ഈ നിരപ്പായ പാൻ എടുക്കണമെന്ന് പറയാൻ എന്താ കാരണമെന്ന് വെച്ചാൽ, കാരണം ഈ കൊഞ്ചൊക്കെ നമുക്കിങ്ങനെ നിരത്തി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിരപ്പായ പാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കറിവേപ്പില ചേർക്കുക, നല്ലപോലെ വഴറ്റി ഉപ്പും ചേർത്ത് നല്ലപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ചേർക്കുന്നത് എരിവിന് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കുരുമുളകുമാണ്. കാശ്മീരി ചില്ലി എന്ന് പറയുമ്പോൾ ഒത്തിരി എരിവ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കളറും കിട്ടും നമുക്ക് ആ കൊഞ്ച് മസാലയ്ക്ക്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനാണ് ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. കാരണം ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആദ്യം ഞാൻ ഇച്ചിരി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് തിക്ക് കോക്കനട്ട് മിൽക്ക് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലാതെ രണ്ടാം പാലൊന്നുമില്ല. ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് മാത്രമേ ഉള്ളൂ കണ്ടോ. ബാക്കിയുള്ളതെല്ലാം ചേർക്കുക. തേങ്ങാപ്പാൽ. അത് കഴിഞ്ഞ് ദേ ഇതുപോലത്തെ ഒരു ഗ്രേവി കൺസിസ്റ്റൻസി. ഇത് ഇത്രയും തിക്ക് ഗ്രേവി ആയിരിക്കണം. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കണ്ട. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഇരുത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കൊഞ്ചില്ലേ, അതെല്ലാം ദേ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കണം. ഇതെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി നേരെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം അത് കഴിഞ്ഞ് ഒരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഈ കൊഞ്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാല എല്ലാം ഈ കൊഞ്ചിലേക്കൊന്ന് പിടിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടച്ച് ഒരു 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ചതിന് ശേഷം വേവിച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് ആ വിളമ്പുന്ന സമയത്ത് മാത്രം തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഞ്ച് മസാലയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.